ഏറ്റവും പുതിയ നടീൽ രീതിയായ കപ്പ് തൈകൾ ഉപയോഗിച്ച് 2 വർഷം പ്ലാന്റ് ചെയ്ത 2 വർഷം പ്രായമായ ഒരു തൈ നമ്മൾ മണ്ണിൽ നിന്ന് പറിച്ചെടുത്തതാണ്. നമ്മൾ ഏകദേശം കപ്പ് തൈ വെക്കുന്ന സമയത്ത് ഈ ഭാഗം വരെ മാത്രമേ അതിൻ്റെ വേരുകൾ ഉണ്ടായിരുന്നുള്ളൂ. കപ്പിൻ്റെ അടിയിൽ ഉണ്ടായിരുന്ന വേരുകൾ നേരെ ആഴത്തിലേക്കും വികലമാകാതെയും വളർന്നു വരുന്നു എന്നതിനുള്ള തെളിവാണ് ഇത്. സാധാരണ നമ്മൾ കൂടത്തൈകൾ ഉപയോഗിച്ച് റബ്ബർ മരങ്ങൾ പ്ലാന്റ് ചെയ്ത് കഴിയുമ്പോൾ കൂടയുടെ അടിഭാഗത്ത് ഈ വേരുകൾ ചുറ്റി വികലമായിട്ടാണ് ഇരിക്കാറുള്ളത്. ഏറ്റവും പുതിയ പഠനങ്ങളനുസരിച്ച് റബ്ബർ ബോർഡ് ഇപ്പോൾ ഗവേഷണം നടത്തി പറയുന്നത് ഒരു റബ്ബർ തൈയുടെ വേരുകൾ 3 മീറ്റർ ആഴത്തിലേക്ക് വളരുകയുള്ളൂ എന്നാണ്. എന്നാൽ കൂടയിൽ വളരുന്ന തൈകളുടെ കൂടയുടെ ചുവട് ഭാഗത്ത് വേരുകൾ കോയിൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആഴത്തിലേക്ക് വളർന്നു കിട്ടേണ്ട വേരുകൾ ഒരിക്കലും സ്വാഭാവികമായ രീതിയിൽ വളരുകയില്ല. അതിനൊരു പരിഹാരമായിട്ടാണ് റബ്ബർ ബോർഡ് കപ്പ് തൈകൾ വികസിപ്പിച്ചത്. നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വരെ മാത്രമേ വേരുകൾ ഉണ്ടായിരുന്നുള്ളൂ. ഈ വേരുകൾ ഒരേപോലെ ആഴത്തിലേക്ക് വളരുന്നതിന് ഏറ്റവും സഹായകരമായ ഒരു മാർഗ്ഗം കപ്പ് തൈകൾ ഉപയോഗിച്ച് പ്ലാന്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കപ്പ് തൈകൾ നമ്മൾ തോട്ടത്തിലേക്ക് മാറ്റി നടുമ്പോൾ കപ്പ് ആദ്യമേ തന്നെ പുറമേ തന്നെ ഊരി കപ്പ് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. കപ്പ് മാറ്റിയെടുത്തതിന് ശേഷം ഇതിനകത്തെ ഈ വേരുകൾ വളരെ കൃത്യമായ രീതിയിൽ താഴേക്ക് തന്നെ അടിയിലേക്ക് വളർത്തക്ക രീതിയിലാണ് ഇതിനകത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ പ്രത്യേകം റബ്ബർ വെക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ കുഴികളിലേക്ക് ഇത് മാറ്റി നട്ട് കഴിയുമ്പോൾ ഈ താഴേക്ക് കൃത്യമായി വളർന്നു നിൽക്കുന്ന വേരുകൾ അതേപോലെ തന്നെ ഭൂമിക്കടിയിലേക്ക് ആഴ്ന്നിറങ്ങുകയും ജലാംശം കൂടുതലുള്ള ഭാഗത്തേക്ക് എത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കപ്പ് തൈകൾ ഉപയോഗിച്ച് നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ മരങ്ങൾ ഒരേപോലെ യൂണിഫോമിറ്റിയിൽ വളരാനുള്ള സാധ്യത വളരെയേറെയാണ്. കൂടത്തൈ ഉപയോഗിച്ച് പ്ലാന്റ് ചെയ്യുന്നതിനേക്കാൾ മെച്ചമെന്ന് പറയുന്നതിൻ്റെ വേര് ആഴത്തിൽ വളരുന്നു എന്നുള്ളത് തന്നെയാണ്. കൂടയുടെ അടിയിലെ വേര് കോയിൽ ചെയ്ത് വികലമായി പോകുന്നത് കൊണ്ട് കൂടുതൽ ആഴത്തിലേക്ക് വേര് വളരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ കപ്പ് തൈ ഉപയോഗിക്കുമ്പോൾ വേരുകൾ കൃത്യമായിട്ടും ആഴത്തിലേക്ക് തന്നെ വളരുകയും തൈ നല്ല കരുത്തോടെ വളരാൻ സഹായകമാവുകയും ചെയ്യും.